എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ മെജോറിറ്റി ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. റിസൾട്ട് 2000 ഇൻഡെക്സ് മാത്രമാണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാത്തൊരു ഇൻഡെക്സ്. മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടെക്നോളജി സ്റ്റോക്കുകൾ എൻവിഡിയ, ആപ്പിൾ, ആമസോൺ, ആൽഫബറ്റ് ഈ സ്റ്റോക്കുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ AI റിലേറ്റഡ് ഡിഫൻസ് കമ്പനിയാണ് പാലന്റിയറും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. മെറ്റ പ്ലാറ്റ്ഫോമിൻ്റെ Q3 റിസൾട്ടിന് ശേഷം സ്ലൈറ്റ് സെല്ലിംഗ് പ്രഷറൊക്കെ മെറ്റ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റിലും സ്ലൈറ്റ് സെല്ലിംഗ് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. ഇത് ടെമ്പററി ആണ്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ US ഫെഡ് കഴിഞ്ഞ ആഴ്ചയിൽ 0.25% നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറച്ചിരുന്നു. ഡിസംബറിൽ കട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം തീർച്ചയില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷം അമേരിക്കൻ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടൊക്കെ റിയാക്ട് ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ജെഫ്രീസ് പോലുള്ള റിസർച്ച് ഹൗസസ് S&P 500 ടാർജറ്റ് അടുത്ത വർഷത്തേക്ക് 7500 നോർമൽ കേസിൽ, ബുള്ളിഷ് സിനാരിയോയിൽ 8100 വരെ ഉയർത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ S&P 500 ട്രേഡ് ചെയ്യുന്ന 6840 ലെവലിലൊക്കെയാണ്. അപ്പോൾ അറൗണ്ട് 13% ഹൈ ആണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കറണ്ട് ലെവലിൽ നിന്ന്. ഇതും ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. ഇനി നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആയിരുന്നു യൂറോപ്പിൽ. അതേസമയം ഏഷ്യയിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ, അതുപോലെ തന്നെ സൗത്ത് കൊറിയൻ മാർക്കറ്റുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജാപ്പനീസ് നിക്കായി 52,000 ക്രോസ് ചെയ്തിരിക്കുകയാണ്. 52,411.34 കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജപ്പാനിലും സൗത്ത് കൊറിയയിലും അമേരിക്കയിലും അതുപോലെ തന്നെ ചൈനയിലൊക്കെ ടെക്നോളജി അല്ലെങ്കിൽ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ്, ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകൾ തന്നെയാണ് വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ചൈനീസ് ഇന്ത്യൻ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും വീക്കായിട്ടാണ് US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ റുപ്പി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 88.72 രൂപ പെർ ഡോളറിലാണ്. ഇനി നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ കഴിഞ്ഞ ആഴ്ച വീണ്ടും നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടിരുന്നു. വെള്ളിയാഴ്ച സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് $401.1 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ സിൽവർ $48.6 പെർ ഔൺസിനാണ്. ഗോൾഡിനെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ട്രേഡിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷം ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള ന്യൂസ് സ്വല്പം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. ചൈനയിൽ ഒക്ടോബർ 31 വരെ ഷാങ്ഹായ് ഗോൾഡ് എക്സ്ചേഞ്ചിൽ നിന്ന് ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ ആ വാങ്ങുന്ന ഗോൾഡിന്മേൽ ചാർജ് ചെയ്തിരുന്ന വാറ്റ് ഈ വാങ്ങിയ ഗോൾഡ് തിരിച്ചു വെക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുത്തിരുന്നു. അല്ലെങ്കിൽ ഈ ഗോൾഡ് ഉപയോഗിച്ച് ഓർണമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഓർണമെൻ്റ് വിൽക്കുമ്പോഴും അത്തരത്തിലുള്ള വാറ്റ് തിരിച്ചു കൊടുത്തിരുന്നു. അത് നവംബർ 1 മുതൽ നിർത്തലാക്കിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ചൈനയിൽ ഗോൾഡ് പ്രൈസ് ഉയരാനായിട്ട് കാരണമാക്കും. അതോടൊപ്പം തന്നെ ഒരു ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ നാളെ ഗോൾഡിൽ കണ്ടേക്കാം. ടെമ്പററി ഫിനോമിനൻ മാത്രമായിരിക്കും, ഷോർട്ട് ടൈമിലേക്ക് മാത്രമായിരിക്കും. ലോങ് ടൈമിലേക്ക് ഗോൾഡ് വീണ്ടും മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. ട്രെൻഡ് ഇൻഡാക്റ്റ് തന്നെയാണ് എല്ലാ റിസർച്ച് ഹൗസസും എക്സ്പെക്റ്റ് ചെയ്യുന്ന $5,000 അടുത്ത ഡിസംബർ, അതായത് 2026 ഡിസംബർ 31 കൂട്ടിയിട്ട് $5,000 ഗോൾഡ് പ്രൈസിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പെർ ഔൺസിന്. ഒപ്പം സിൽവറിലും അത്തരത്തിലുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കോപ്പർ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന പോലെ തന്നെ കോപ്പർ പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരുന്നു. റെക്കോർഡ് ഹൈറ്റ് ചെയ്തതിന് ശേഷം സ്ലൈറ്റ്ലി താഴെയാണ്, റെക്കോർഡ് പ്രൈസിനേക്കാളും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അലുമിനിയം, സിങ്ക്, നാച്ചുറൽ ഗ്യാസ് ഈ കമോഡിറ്റികളും വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്.
ഇതൊക്കെയാണ് കമോഡിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ജനറൽ ന്യൂസ് ഫ്ലോസ് കഴിഞ്ഞ ആഴ്ചയിലത്തെ. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ മാസത്തെ GST ഡാറ്റ വന്നിട്ടുണ്ട്. 1.95 ലക്ഷം കോടിയാണ് GST കളക്ഷൻ വന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ബെറ്റർ ഡാറ്റ തന്നെയാണ്. പക്ഷേ നെറ്റ് ഫിഗർ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ഇൻക്രീസ് ഒന്നുമില്ല, കാരണം റിവേഴ്സൽസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ്. വലിയ രീതിയിലുള്ള പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ഒന്നും തന്നെ അല്ല, എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവ് അല്ല. ഒപ്പം ഒക്ടോബർ മാസത്തെ ഓട്ടോമൊബൈൽ സെയിൽസ് ഫിഗേഴ്സും വന്നിട്ടുണ്ട്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഫിഗേഴ്സ് തന്നെയാണ് ഓട്ടോമൊബൈൽ കമ്പനികൾ പുറത്ത് വിട്ടിട്ടുള്ളത്. അതോടെ പ്രത്യേകിച്ച് ഈഷർ മോട്ടേഴ്സ്, അതുപോലെ തന്നെ VST ടില്ലേഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അശോക് ലൈലൻഡ്, ടാറ്റ മോട്ടേഴ്സ്, എസ്കോട്ട്സ് കുബോട്ട, TVS മോട്ടേഴ്സ്, ഈ കമ്പനികളിലൊക്കെ ഫിഗേഴ്സ് മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ബജാജ് ഓട്ടോം ബെറ്റർ ഫിഗേഴ്സ് തന്നെയാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. ഈ ഓട്ടോ സെയിൽസ് ഡാറ്റയുടെ ഒരു ഇമ്പാക്റ്റ് ഒരുപക്ഷെ നാളെയൊക്കെ സ്റ്റോക്ക് പ്രൈസസിലും കാണാനുള്ള സാധ്യതകളുണ്ട്. പല സ്റ്റോക്കുകളും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സ്റ്റോക്ക് റീസെൻ്റായിട്ട് മെർജർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിന് ശേഷം ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കാണ് ഇന്ത്യ ബുൾ ലിമിറ്റഡ്. പഴയ ഇന്ത്യ ബുൾ ലിമിറ്റഡിൻ്റെ ഒരു തിരിച്ചു വരവാണ് ധാനി സർവീസസ്, യാരി ഡിജിറ്റൽ, അതുപോലെ തന്നെ ഇന്ത്യ ബുൾ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്. ഈ 3 കമ്പനികളും 14 സബ്സിഡിയറികളും കൂടി മെർജ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇന്ത്യ ബുൾ ലിമിറ്റഡ്. ഇതിൻ്റെ അണ്ടറിൽ ബ്രോക്കിംഗ് ഉണ്ട്, എക്യുപ്മെൻറ്റ് ലീസിംഗ് ഉണ്ട്, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻസിങ് ഉണ്ട്, ഇ-കോമേഴ്സ് ഉണ്ട്. ധാരാളം ഡിവിഷൻസ് ഉള്ളൊരു കമ്പനിയാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ ഫെയർ വാല്യൂ വരുന്നത് 110.2 അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിൽ ധാനി സർവീസിലൊക്കെ പ്രൊമോട്ടേഴ്സ് മാസങ്ങൾക്ക് മുമ്പ് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു വാറണ്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് 90 രൂപ 30 പൈസയ്ക്കൊക്കെയാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യ ബുൾ ലിമിറ്റഡ് 20-21 ലെവലിലൊക്കെയാണ്. ലോങ് റണ്ണിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഇന്ത്യ ബുൾ ലിമിറ്റഡ്. ഇന്ത്യ ബുൾ ലിമിറ്റഡിൻ്റെ മറ്റ് ഗ്രൂപ്പ് കമ്പനികളായിരുന്നു ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫിനാൻസ്. ഇപ്പോഴത്തെ സമ്മാൻ ക്യാപിറ്റലാണ് ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫിനാൻസ് പ്രൊമോട്ടേഴ്സ്, പുതിയ പ്രൊമോട്ടേഴ്സാണ്. അതോടൊപ്പം തന്നെ സമ്മാൻ ക്യാപിറ്റലിനെ അബുദാബി ബേസ്ഡ് ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനി ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ലോങ് റണ്ണിൽ സമ്മാൻ ക്യാപിറ്റൽ നല്ല രീതിയിൽ മുന്നേറിയേക്കാം. അതോടൊപ്പം തന്നെ ഇന്ത്യ ബുൾ റിയൽ എസ്റ്റേറ്റ് എംബസി ഗ്രൂപ്പ് ടേക്ക് ഓവർ ചെയ്ത് എംബസി ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ധാരാളം പ്രോപ്പർട്ടി ഉള്ളൊരു കമ്പനിയാണ് എംബസി ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഈ 3 സ്റ്റോക്കുകളും ഒരു പക്ഷേ പഴയ പ്രതാപമൊന്നും തന്നെ വന്നില്ലെങ്കിൽ തന്നെ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം 2481 കോടി രൂപ ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷനിൽ നിന്നാണ്. തീർച്ചയായിട്ടും ടിറ്റഗ്രനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. വലിയ റെയിൽവേ പ്രൊജക്റ്റുകൾ ബിഡ് ചെയ്യാനായിട്ട് 3 കമ്പനികളാണ് ഇന്ത്യയിൽ എലിജിബിൾ ആയിട്ടുള്ളത്. 2 കമ്പനികൾ ലിസ്റ്റഡ് ആണ്, BEMലും അതുപോലെ തന്നെ ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റംസും. മറ്റൊരു കമ്പനി അൽസ്റ്റോമാണ്. അപ്പോൾ ലിസ്റ്റഡ് ആയിട്ടുള്ള ഈ 2 കമ്പനികളെ സംബന്ധിച്ചും അടുത്ത ബിഡിങ്ങുകളൊക്കെ വളരെ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റത്തിന് ഷിപ്പ് ബിൽഡിംഗ് ഡിവിഷനുണ്ട്. ഗവൺമെൻറ് പോളിസിക്ക് ശേഷം വലിയ രീതിയിലുള്ള പ്ലാനുകളാണ് ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റത്തിനുള്ളത്. അപ്പോൾ ഈ ഓർഡർ ബാഗിങ് ന്യൂസും മറ്റു ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ടിറ്റഗ്രനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ്. ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഓർഡർ ബുക്ക് വീണ്ടും ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. 74,453 കോടി രൂപയായിട്ട് കൂടിയിരിക്കുകയാണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു PSU ഡിഫൻസ് റിലേറ്റഡ് കമ്പനിയാണ്. ഇന്ത്യയുടെ ഒരു അഭിമാനം തന്നെയാണ് ഭാരത് ഇലക്ട്രോണിക്സിനെ പോലെയുള്ള കമ്പനികളെല്ലാം തന്നെ. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡ്രൈ ഡോക്സ് വേൾഡ് DP വേൾഡിൻ്റെ കമ്പനിയായിട്ടൊരു MOU വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ഫസ്റ്റ് ഷിപ്പ് റിപ്പയർ ക്ലസ്റ്റർ ഫോം ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ വലിയ ഷിപ്പുകളെയൊക്കെ സർവീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലോങ് റണ്ണിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ലഭിക്കുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. ഒപ്പം ഗവൺമെൻറ്റിൻ്റെ ഷിപ്പിംഗ് പോളിസി കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലുള്ള ഷിപ്പിംഗ് കമ്പനികൾക്ക്, അതുപോലെ തന്നെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, GRSE, സ്വാൻ ഡിഫൻസ്
L&T, ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, മസഗണ്ടോക്ക് ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളും അതുപോലെ തന്നെ ആ സെക്ടറിലുള്ള ഓപ്പർച്യൂണിറ്റികളെ സംബന്ധിച്ചൊക്കെ ഞാൻ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്നു പല പോഡ്കാസ്റ്റുകളിലും. 2030 ആകുമ്പോഴേക്കും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി വളരെ ഹ്യൂജാണ്. ധാരാളം കമ്പനികളുണ്ട്, ഈ സെഗ്മെൻറ്റ് റിലേറ്റഡ് കമ്പനികളുണ്ട്. പ്രത്യേകിച്ച് പവർ കേബിൾസ്, ട്രാൻസ്ഫോമേഴ്സ്, സ്വിച്ച് ഗിയേഴ്സ്, റിലേറ്റഡ് എക്യുപ്മെൻറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹിറ്റാച്ചി എനർജി സൊല്യൂഷൻസ്, സീമൻസ്, സ്നെയ്ഡർ, ABB, ഡൈനാമിക് കേബിൾസ്, നെറ്റ് വെബ്, ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ്, വോൾട്ടാസ്, E2E നെറ്റ്വർക്ക്, ലോദ, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകൾ തന്നെയാണ് ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കമ്പനികളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ സെലക്റ്റീവായിട്ട് കൺസിഡർ ചെയ്യാവുന്ന കമ്പനികൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അഡാനി പവറാണ് പ്രൈവറ്റ് സെക്ടറിലത്തെ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ പവർ പ്രൊഡ്യൂസിങ് കമ്പനി, പവർ ജനറേറ്റിംഗ് കമ്പനി. അവരുടെ അണ്ടറിൽ 10 സബ്സിഡിയറികളുണ്ട്. ഈ സബ്സിഡിയറികളെല്ലാം തന്നെ അഡാനി പവറിലേക്ക് മെർജ് ചെയ്യാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. കാരണം ധാരാളം എക്സ്പെൻസസ് കട്ട് ചെയ്യാം, അതോടൊപ്പം തന്നെ പ്രോഫിറ്റബിലിറ്റി കൂട്ടും ഈ ഒരു മെർജ്ഡ് എൻറ്റിറ്റിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ കാണിക്കാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് അഡാനി പവർ. ഡാറ്റാ സെൻറ്റർ ഡെവലപ്പ് ചെയ്യുമ്പോൾ മേജർ ഇൻപുട്ട് വേണ്ടത്, റോ മെറ്റീരിയൽ വേണ്ടത് പവറാണ്. പവറില്ലാതെ ഡാറ്റാ സെൻറ്ററുകളൊന്നും തന്നെ വർക്ക് ചെയ്യില്ല. അപ്പോൾ അഡാനി പവറിനെ സംബന്ധിച്ചും നല്ല ഡേയ്സാണ് ഹെഡ്. അതോടൊപ്പം തന്നെ അഡാനി എനർജി സൊല്യൂഷൻസ് 10,000 കോടി രൂപയാണ് ക്യാപെക്സ് ഈ വർഷത്തെ. 6,000 കോടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. 11,400 കോടി ബാക്കി വെച്ചിട്ടുള്ള ട്രാൻസ്മിഷൻ ലൈനിനും അതുപോലെ തന്നെ 1,600 കോടി ഡിസ്ട്രിബ്യൂഷൻ ലൈൻസിനും 4,000 കോടി സ്മാർട്ട് മീറ്ററിങ്ങിനും വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ട് ലൈൻസ്, ട്രാൻസ്മിഷൻ ലൈൻസ് ആണ് അഡാനി എനർജി സൊല്യൂഷൻസിന് കൂടുതലായിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഇത്തരത്തിലുള്ള ക്യാപ്പസ് ഇൻക്രീസ് അടുത്ത 2-3 വർഷത്തിനുള്ളിലാണ് ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്നത്. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ അഡാനി എനർജി സൊല്യൂഷനെ സംബന്ധിച്ച് ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. ഇനി കഴിഞ്ഞ ആഴ്ച റിലയൻസ് ഇൻഡസ്ട്രീസിൽ വന്നിട്ടുള്ള ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ റിലയൻസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റിലയൻസ് ജിയോ, ഗൂഗിൾ ജോയിൻറ്റ് വെഞ്ചർ പ്രോ AI മോഡൽസൊക്കെ 2 TB ക്ലൗഡ് സ്റ്റോറേജ് അടക്കം സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. 5G പ്ലാനുകൾ 51 രൂപ പെർ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാനുകൾ എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുകയാണ്. ധാരാളം ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ AI റിലേറ്റഡ് നോളജ് ലെവൽ പെനട്രേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും റിലയൻസിൻ്റെ മറ്റ് പ്ലാനുകൾ, ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് പ്ലാനുകൾ, ഇതൊക്കെ ലോങ് റണ്ണിൽ നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ റിലയൻസ് റീറ്റെയിൽ IPO, റിലയൻസ് ജിയോ IPO, ടെലികോം IPO ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് റിലയൻസിന് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വലിയ ക്യാപിറ്റലൊരു കമ്പനിയാണ്, ബ്ലൂ ചിപ്പ് കമ്പനിയാണ്. നമ്മൾ മുമ്പ് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന 20-25% റിട്ടേൺ ആണ് അടുത്ത 1-1.5 വർഷത്തിനുള്ളിൽ. പക്ഷേ ഇപ്പോഴത്തെ പുതിയ അനൗൺസ്മെൻറ്റുകൾ അതുപോലെ പ്ലാനുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് കറണ്ട് ലെവലിൽ നിന്നൊരു പക്ഷേ 35-40% ഒക്കെ ഉയരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു ബ്ലൂ ചിപ്പ് കമ്പനിയാണ്. മോഡറേറ്റ് ഗെയിൻ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ബ്ലൂ ചിപ്പ് കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. L&T നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ്, ഇന്ത്യക്കാരുടെ അഭിമാനമാണ്. ഒരു ഇൻ്റർനാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ കോൺഗ്ലോമറേറ്റ് ആണ്. 6,67,147 ഓർഡർ ബുക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും 33,000 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർഡർ ബുക്ക് 7 ലക്ഷം കോടി രൂപ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 58% വരുന്നത് ഇൻ്റർനാഷണൽ ഓർഡേഴ്സാണ്. ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടി. ഒപ്പം ഇപ്പോൾ L&Tക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ട് ട്രാൻസ്മിഷൻ ലൈൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇൻ്റർനാഷണൽ ഓർഡറാണ്. ഹിറ്റാച്ചി L&T കൺസോർഷ്യത്തിനാണ് കിട്ടിയിട്ടുള്ളത്. 1080 എന്ന് പറയുന്ന നെതർലാൻഡ് ബേസ്ഡ് ഗ്രിഡ് ഓപ്പറേറ്റർ ഉണ്ട്. യൂറോപ്പിലത്തെ വൺ ഓഫ് ദ ലാർജസ്റ്റ് പവർ
ട്രാൻസ്മിഷൻ ഓപ്പറേറ്ററാണ്. ഇവരാണ് ഈ ഓർഡർ കൊടുത്തിരിക്കുന്നത്. 6 ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ട് പ്രൊജക്റ്റ് 2 ഗിഗാവാട്ടാണ് ഈച്ച് പ്രൊജക്റ്റിന് കപ്പാസിറ്റി വരുന്നത്. ഇവരുടെ LNTയുടെ ഷെയർ വരുന്നത് 33,000 കോടി രൂപയാണ് ഈ കൺസോർഷ്യത്തിൽ LNTക്ക് കിട്ടാൻ പോകുന്നത്. LNTയുടെ ഇൻ്റർനാഷണൽ പ്രസൻസ് കൂടുകയാണ്, യൂറോപ്പിലേക്കുള്ളൊരു എൻട്രിയാണ്, ഗ്ലോബൽ മാർക്കറ്റുകളിൽ LNTക്ക് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു അവസരം ലഭിക്കുകയാണ്. ഇനി LNT കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ LNTയുടെ കോമ്പറ്റീറ്ററായിട്ട് വരുന്നത് മക്ഡർമോട്ട് എന്ന് പറയുന്നൊരു US കമ്പനി, സെംകോർപ്പ് എന്ന് പറയുന്നൊരു സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിക്കാണ് LNTക്ക് കോമ്പറ്റീറ്ററായിട്ട് വരാൻ പോകുന്നത്. ഈ കമ്പനികളോടാണ് LNTന് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത്. LNTയുടെ യശസ് വർദ്ധിപ്പിക്കുന്ന ഒരു ഓർഡർ ബാങ്കിങ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ യശസ് വർദ്ധിപ്പിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ്. കാരണം വളരെ പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് LNT. അതോടൊപ്പം തന്നെ LNT ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് രംഗത്തേക്ക് കടക്കാണ്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിലത്തെ ജനറൽ ആറ്റോമിക് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് ലിമിറ്റഡ് ആയിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റംസ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഉണ്ടാക്കാനുള്ള ഓർഡറാണ്. ഇതും LNTനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ LNTനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ്. അപ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോയിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു സ്റ്റോക്കാണ് LNT. വെരി ലോങ് ടൈമിൽ നല്ല വെൽത്ത് ക്രിയേഷൻ LNTയിൽ നിന്ന് ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഇനി നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ മെയിൻ ബോർഡിൽ 2 IPOs ഓപ്പൺ ആവുന്നുണ്ട്. 4-ാം തീയതി ഓപ്പൺ ആവുന്നതാണ് ഗ്രോ. ബ്രോക്കിംഗ് രംഗത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു കമ്പനിയാണ്. 100 രൂപയാണ് ഫേസ് വാല്യൂ, അല്ലെ അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 2 രൂപയാണ് ഫേസ് വാല്യൂ. IPOയ്ക്ക് ശേഷം ഇതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ വരെ 123.47 കോടി രൂപയാണ്. ഈ IPOന് ശേഷം നല്ല രീതിയിൽ ഈ സ്റ്റോക്ക് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒരു മൈനർ ടു മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റൊരു IPO പൈൻ ലാബ്സ് ആണ്. 7th നവംബറിനാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അടുത്ത ദിവസങ്ങളിലെ പോഡ്കാസ്റ്റിൽ നമ്മൾ പ്രൈസ് ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും. ഇനി നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന IPOs ഉണ്ട്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്ന ഓർക്കല ഇന്ത്യ ലിമിറ്റഡ് 48.74 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിരുന്നു. അതോടൊപ്പം തന്നെ സ്റ്റഡ്സ് അക്സസറീസ് നാളെ ക്ലോസ് ചെയ്യും. 2ാം ദിവസം ക്ലോസ് ചെയ്യുമ്പോൾ 5.08 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്തിട്ടുള്ള ലെൻസ് കാർട്ട് 1.13 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 IPOസും മൈനർ ടു മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ നൽകാൻ സാധ്യതയുള്ള IPOs ആണ്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ് സ്റ്റഡ്സ് അക്സസറീസ്, ലെൻസ് കാർട്ട്, ഗ്രോ, പൈൻ ലാബ്സ്. ഒപ്പം SME സെഗ്മെൻറ്റിലും IPOs വരുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള ലിസ്റ്റിംഗ് ഗെയിനൊന്നും തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഈ ആഴ്ചയിൽ വരുന്ന NSE ഓർ BSE SME IPOയിൽ നിന്ന്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പുറത്ത് വന്നിട്ടുള്ള Q2 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ്, മഹീന്ദ്ര ഹോളിഡേയ്സ്, കൽപ്പത്തരു പ്രൊജക്റ്റ് ഇൻ്റർനാഷണൽ, ഓറിയൻ സിമെൻറ്റ്, ACC, ഇൻ്റലക്ട് ഡിസൈൻ അരീന, വീൽസ് ഇന്ത്യ, ഡോക്ടർ പാത്ത് ലാബ്, ആസാദ് എഞ്ചിനീയറിംഗ്, ഈ കമ്പനികളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ ലാൽ പാത്ത് ലാബ് 1:1 ബോണസും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചയിൽ 550-ലധികം കമ്പനികളുടെ Q2 റിസൾട്ടുകൾ വരുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ചയിൽ മൈനർ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് വ്യാഴം വെള്ളിയായിട്ട് പുറത്ത് വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതിൻ്റെ നെഗറ്റീവ് റിയാക്ഷൻ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച പുറത്ത് വരാൻ പോകുന്ന റിസൾട്ടുകളാണ് ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം US ചൈന ഡിസ്കഷനൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ ഒരു
ഒരു തീരുമാനത്തിലൊന്നും എത്തിയിട്ടില്ല. ചില തീരുമാനങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കോൺക്രീറ്റ് ആയിട്ടൊരു ഡിസിഷനൊന്നും തന്നെ വന്നിട്ടില്ല. ഇന്ത്യയും US-ഉം തമ്മിലുള്ള ട്രേഡ് റിലേറ്റഡ് ടോക്കുകളൊന്നും തന്നെ ഫൈനലൈസേഷൻ നടത്തിയിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ നമ്മുടെ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെയുണ്ട്. എന്നിരുന്നാലും അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യ US റിലേറ്റഡ് ട്രേഡ് ഡിസ്കഷൻ ക്ലോസ് ചെയ്യും. ഇന്ത്യക്ക് ഫേവറബിളായിട്ട് ഡിസിഷൻ വരുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനുണ്ട്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നെയാണ് അമേരിക്കയിൽ നിന്ന് പല ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ S&P 500 കമ്പനികളിൽ 60% കമ്പനികളുടെയും Q3 റിസൾട്ടുകൾ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 86%-ലധികം കമ്പനികൾ റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അടുത്ത ദിവസങ്ങളിൽ അമേരിക്കൻ മാർക്കറ്റിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ ജനറലി നമ്മളെല്ലാവരും ബ്രൗസ് ചെയ്യുക, എന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ കിട്ടാൻ വേണ്ടി വിക്കിപീഡിയയിലേക്കാണ് പോവുക അല്ലേ. അപ്പോൾ ഇനി എലോൺ മസ്കിൻ്റെ ഗ്രോക്കിപീഡിയ വന്നിട്ടുണ്ട്. ഗ്രോക്കിപീഡിയയിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യൊന്നും വേണ്ട. വേഡ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടും. AI ആണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ വിക്കിപീഡിയയ്ക്ക് ഒരു കോമ്പറ്റീറ്റർ വരെയാണ് ഇനീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴും വിക്കിപീഡിയ തന്നെയാണ് മുന്നിൽ. പക്ഷേ വലിയ രീതിയിൽ AI റിലേറ്റഡ് യൂട്ടിലിറ്റി ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ഭാവിയിൽ ഗ്രോക്കിപീഡിയയും നല്ല രീതിയിൽ ക്ലയൻസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യും. നമുക്ക് വളരെ യൂസായിട്ട് വരാൻ പോകുന്ന ഒരു AI റിലേറ്റഡ് എൻസൈക്ലോപീഡിയ ആയിരിക്കും ഗ്രോക്കിപീഡിയ. അപ്പോൾ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് ഇതൊക്കെ ഒന്ന് ബ്രൗസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പല ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലും ഇപ്പോഴും ഷെയർസ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ പല ഇൻവെസ്റ്റേഴ്സും ഷെയർസ് അപ്ലൈ ചെയ്ത സമയത്തുള്ള അഡ്രസ്സ് ആയിരിക്കില്ല ഇപ്പോഴത്തെ അഡ്രസ്സ്. ഒപ്പം ഷെയർസ് ഡിമാറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ DP അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ കമ്പനികൾ ബോണസ് ഷെയർസ് അതുപോലെ തന്നെ ഡിവിഡൻ്റൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ ഫിസിക്കൽ വാറൻസ് ആയിട്ടാണ് ഡിവിഡൻഡ് വാറൻറ്റുകൾ ഇൻവെസ്റ്റേഴ്സിന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബോണസ് ഷെയർസൊക്കെ പണ്ട് ഫിസിക്കലായിട്ടാണ് അയച്ചു കൊടുക്കാറ്. അതോടൊപ്പം തന്നെ മറ്റ് കമ്മ്യൂണിക്കേഷൻസൊക്കെ അതാത് അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കാറ്. അപ്പോൾ അഡ്രസ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ ബോണസ് ഷെയർസ് ലഭിക്കില്ല, അതുപോലെ തന്നെ ഡിവിഡൻഡ് വാറൻറ്റ്സ് ലഭിക്കില്ല, അതുപോലെ തന്നെ മറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഒന്നും തന്നെ ലഭിക്കില്ല. അതോടൊപ്പം തന്നെ ഈ ഡിവിഡൻഡ് വാറൻറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് 7 വർഷം ക്ലെയിം ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 7 വർഷം ഈ കമ്മ്യൂണിക്കേഷൻസൊക്കെ മടങ്ങി വരിക. ഇത്തരത്തിലുള്ള അവസരങ്ങളിലൊക്കെ ഈ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള എൻറ്റിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഡിവിഡൻഡ് വാറൻറ്റുകൾ അതുപോലെ തന്നെ ബോണസ് ഷെയർസൊക്കെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറൊക്കെയുണ്ട്. ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകളും ഡിവിഡൻഡ് വാറൻറ്റുകളൊക്കെ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം എൻറ്റിറ്റികളുണ്ട്. പക്ഷേ ഇപ്പോൾ വ്യാപകമായിട്ട് ഉയർന്നിട്ടുള്ള പരാതികൾ ഇത്തരത്തിൽ സ്റ്റോക്കുകൾ ഡിവിഡൻഡ് വാറൻറ്റുകളോ അല്ലെങ്കിൽ ഡിവിഡൻറ്റൊക്കെ ക്ലെയിം ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ വാല്യുവേഷൻ്റെ 50% വരെ ഫീസായിട്ട് പല എൻറ്റിറ്റികളും ചാർജ് ചെയ്യുന്നു എന്നുള്ള വ്യാപക പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഈ പരാതികളെല്ലാം തന്നെ റെഗുലേറ്റേഴ്സ് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ IPFലേക്ക് സ്റ്റോക്കുകളും ഡിവിഡൻറ്റുകളൊക്കെ എടുത്തു പോയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് വളരെ അതോറിറ്റിയുള്ള എൻറ്റിറ്റികളിൽ കൂടെ മാത്രം ഡീൽ ചെയ്യുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് കമ്പനി സെക്രട്ടറിമാർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ബ്രോക്കിംഗ് ഓഫീസേഴ്സ്, ഇത്തരത്തിലുള്ള അതോറിറ്റി അല്ലെങ്കിൽ ഓതറൈസേഷനുള്ള ഓഫീസുകളിൽ കൂടെ എൻറ്റിറ്റികളിൽ കൂടെ ഡീൽ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അമിത ഫീസിൻ്റെ പരാതികളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ IPFലേക്ക് സ്റ്റോക്കുകളും ഡിവിഡൻറ്റുകളും
ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അത് തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള സർവീസസ് ആവശ്യമാണെങ്കിൽ ഷെയർവെൽ സെക്യൂരിറ്റീസിൻ്റെ ഓഫീസസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഇത് സംബന്ധിച്ച് വേണമെങ്കിൽ താഴെ പറയുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 9895761070 ആണ് ഒരു നമ്പർ, 9895761097 ആണ് മറ്റൊരു നമ്പർ. അപ്പോൾ ഈ നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് മാർക്കറ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻസ്. ഈ ആഴ്ച നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു വൊളാറ്റിലിറ്റി തന്നെയാണ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഫാക്ടേഴ്സ് Q2 റിസൾട്ടുകളെല്ലാം തന്നെ വാച്ച് ചെയ്യുക. ഒപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.